അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബാഹിസിൻ്റെ റിവ്യൂ റൂമിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് ഷമീം ആവല്ലൂർ. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന പുസ്തകം സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ പ്രതിഭയെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തെയാണ്. 100 രൂപയോളം വില വരുന്ന ബുക്ക് ഗാലറി പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ലളിതമായ ഒരു പുസ്തകമാണ് സ്റ്റീവ് ജോബ്സിൻ്റേത്. ഈ ഒരു പുസ്തകം വ്യക്തമാക്കുന്നത് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭയുടെ ബയോഗ്രാഫിയെക്കുറിച്ചാണ്. സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇന്നുകാലത്തെ കുട്ടികൾക്ക് വലിയൊരു മാതൃകയായാണ് നമുക്ക് ഈ ഒരു പുസ്തകത്തിലൂടെ വ്യക്തമാക്കി നമ്മെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ പുതിയ കാലത്തോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കൊക്കക്കോളയുടെ കാലിക്കുപ്പികൾ പെറുക്കി വിറ്റ് കിട്ടിയ ചില്ലറ പൈസകൾ കൊണ്ടാണ് അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നത്. ഹരേ കൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യ ഭക്ഷണത്തിനായി അദ്ദേഹം രാത്രികളിൽ 7 നാഴികയോളം നടന്നുപോയിരുന്നു. ഒരു സർവകലാശാലയിൽ നിന്നും ബിരുദം നേടാതെ 3-ാം തരത്തിലെ തെമ്മാടിയായ കുട്ടി തൻ്റെ 25-ാം വയസ്സിൽ 25,000 കോടി രൂപ ആസ്തിയുള്ള ബിസിനസ് മാഗ്നറ്റായി മാറിയ കഥയാണ് സ്റ്റീവ് ജോബ്സിൻ്റേത്. ഡോളറുകൾ കുമിഞ്ഞു കൂടിയപ്പോഴും സ്റ്റീവ് ആർഭാടമായിട്ടല്ല ജീവിച്ചിരുന്നത്. താൻ ഉണ്ടാക്കുന്ന ഉപകരണങ്ങളോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് അദ്ദേഹത്തിനുണ്ടായത് സ്റ്റീവ് ജോബ്സിൻ്റെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയതും. സ്റ്റീവ് ജോബ്സിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരു വൈകല്യം നിറഞ്ഞ ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ക്ലാസ്സുകളിലും മറ്റു പരിസര പ്രദേശങ്ങളിലുമെല്ലാം കച്ചറകളിൽ കളിച്ച് ജീവിച്ച് ചീത്തപ്പേരുകൾ ഉണ്ടാക്കി വെച്ച ഒരു മഹാവ്യക്തിത്വമാണ് സ്റ്റീവ് ജോബ്സ് എന്നത്. അദ്ദേഹത്തിന് ടെക്നിക്കൽ പരമായ വിഷയങ്ങളോട് കൂടുതൽ താല്പര്യം കൂടുതലാണ്. അദ്ദേഹത്തിന് ടെക്നിക്കൽ പരമായ വിഷയങ്ങളോട് താല്പര്യം കൂടുതലായത് കാരണം കൊണ്ട് അദ്ദേഹം പഠനകാലത്ത് 2, 4, 5 പ്രായത്തിൽ തന്നെ അദ്ദേഹം ടെക്നിക്കൽ പരമായിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിച്ച് പുതിയ സാധനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈ എടുത്തു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അത്രയും മോശത്തരം കാരണം അദ്ദേഹത്തിന് വീട് മാറി വേറെ ഇടങ്ങളിൽ പോയി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളോട് കമ്പനിയാവുകയും ഒരു സുഹൃത്തിനെ കിട്ടിയപ്പോൾ ആ സുഹൃത്തിനെയും കൂട്ടിയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള ഓരോ ഭാഗങ്ങളിലേക്കും അദ്ദേഹം കാൽ വെച്ചത്. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ഒരു മൊബൈൽ പോലെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്ന ഒരു സംഭവം അദ്ദേഹം സ്വപ്നത്തിലൂടെ കാണുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് പിന്നീട് അദ്ദേഹം ചെയ്തത്. അങ്ങനെ ആ ഒരു പരിശ്രമത്തിൽ അദ്ദേഹം വിജയിക്കുകയും ആ ഒരു പ്രൊഡക്റ്റിന് അദ്ദേഹം ആപ്പിൾ എന്ന പേരാണ് അദ്ദേഹം ആദ്യമായി വെച്ചത്. ഇന്ന് കാണുന്ന ആപ്പിൾ മൊബൈലുകൾ അതിൻ്റെ ഒരു നിർമ്മിതം എന്ന് തന്നെ അദ്ദേഹത്തിലൂടെ വന്നതാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി ആദ്യമായി സ്വപ്നത്തെ സാഫല്യമാക്കി ഉണ്ടാക്കിയത് ഒരു വലിയൊരു സ്ക്രീൻ പോലെയുള്ള ലാപ്ടോപ്പാണ് ഉണ്ടാക്കിയത്. പിന്നീട് പുതിയ എഡിഷനുകൾക്ക് ശേഷമാണ് അതിൻ്റെ വലിപ്പം കുറഞ്ഞ് വന്നത്. അതിൻ്റെ ബാക്കിൽ കാണുന്ന ഒരു കടിച്ച ഒരു ആപ്പിൾ, അതിന് ഉണ്ട് ഒരു ചരിത്രം പറയാൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൂടുതലുള്ള ഈ ഒരു താല്പര്യം കൊണ്ട്
അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് നീണ്ടു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 25-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് 25,000 കോടി രൂപ ആസ്തിയുള്ള ബിസിനസ്സായി അത് മാറി എന്നാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം. അദ്ദേഹം തെമ്മാടിയായിരുന്ന ഈ ഒരു വിദ്യാർത്ഥി അങ്ങനെ എത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരിശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു താല്പര്യത്തിനോട് കാണിച്ച ആ ഒരു ഇഷ്ടവുമാണ് അദ്ദേഹത്തെ ഇത്രയും ഉയർച്ചകളിലേക്ക് എത്തിച്ചത്. സ്റ്റീവിന് ഡോളറുകൾ വന്നു കഴിഞ്ഞപ്പോഴും അദ്ദേഹം ആർഭാടമായി ജീവിക്കാൻ പ്രേരണ നൽകിയിരുന്നില്ല. കാരണം സ്റ്റീവ് എന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാത്ത ഒരു കൂട്ടത്തിൽ നിന്നും വന്ന ഒരു വലിയൊരു പ്രതിഭയാണ് സ്റ്റീവ് ജോബ്സ്. അത് കാരണത്താൽ അദ്ദേഹത്തിന് ഡോളറുകൾ വന്നു കുമിഞ്ഞു കൂടിയപ്പോഴും അദ്ദേഹം ആർഭാടമായി ജീവിക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ക്യാൻസർ പിടിപെട്ടാണ് അദ്ദേഹം പിന്നീട് മരണപ്പെടുന്നത്. ആ ഒരു മരണത്തിൻ്റെ അവസാന നിമിഷം വരെ അദ്ദേഹം പുതിയ കണ്ടുപിടുത്തത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം ചിന്തിച്ചതും കൂടെയുള്ളവരോടൊപ്പം ചർച്ച ചെയ്തതും. അത്രക്കും ഒരു ഇഷ്ടമായിരുന്നു അദ്ദേഹം ഉണ്ടാക്കുന്ന ഓരോ പ്രൊഡക്റ്റിനോടും അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളോടും. ജൂലൈ ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ക്യാൻസർ പൂർണ്ണമായും ശരീരത്തിൽ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. 2011 ഒക്ടോബർ 5-ാം തീയതിയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം നിർമ്മിച്ച ഉപകരണങ്ങൾ രാജ്യാതിർത്തിയില്ലാതെ എല്ലാ മനുഷ്യർക്കിടയിലേക്കും സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വർക്ക്ഷോപ്പ് ഗാരേജിൽ നിന്ന് തുടങ്ങിയ ആ 5 വയസ്സുകാരൻ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കഥയാണ് സ്റ്റീവിൻ്റെ ജീവിതം. അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നാണ് ആ ഭ്രാന്തൻ പ്രതിഭ, ആ ഒരു സ്വപ്നത്തെ മൂലധനമാക്കി മാറ്റിയെടുത്ത ആ ഒരു ഭ്രാന്തൻ പ്രതിഭ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പുസ്തകം ഇന്നുകാലത്തെ എല്ലാ വിദ്യാർത്ഥികളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.